ആയി കൂട്ടുകാരെ, നമുക്കിന്നൊരു സ്പെഷ്യലായിട്ട് ചിക്കൻ വറുത്തിട്ട് ഒരു കറി ഉണ്ടാക്കാം. ഒരു കിലോ ചിക്കനാണ്. ഇതിന് നമ്മൾ ഇതേപോലെതാ ഇത് ചെറിയ തക്കാളി, ഇതിൽ ഞാൻ 5 എണ്ണം എടുത്ത്. വലുതാണെങ്കിൽ ഒരു 4 തക്കാളി എടുക്കാം, വലുത്. അത് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. ഇത് വേവിച്ചിട്ട് മിക്സിയിൽ അടിക്കുക. ഇത് 2ാം പാലാണ്, തേങ്ങാപ്പാൽ ഒരു 1.5 കപ്പ്. പിന്നെതാ അതിന് ഒരു 3 ഉള്ളി, പിന്നെ 35 ഗ്രാം ഇഞ്ചി, അപ്പം അതിലൊരു 5 വെളുത്തുള്ളിയുടെ ഇല്ലി. വലുത് ഇല്ലി കൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഇച്ചിരി അധികം എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി പെരിഞ്ചീരകം പൊടിച്ചിടുക ഈ ചതച്ചതിൻ്റെ കൂടെ. ഇത് കരിവേപ്പില. ഇനി നമുക്ക് ഇതൊന്ന് കായം പുരട്ടി വെക്കാം. ഇറച്ചി ഒരു കിലോ ഇറച്ചിയാണ്, അതിന് കായം കൂട്ടാൻ മസാല പുരട്ടുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ കോളിഫ്ലവർ പൊടി ഉണ്ടല്ലോ, 1 ടേബിൾ സ്പൂണ്. പിന്നെ ചിക്കൻ മസാല 1/4 സ്പൂണ്. ഇനി വേഗം പെടണ്ടേ. മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. ഇനി ഇത് ഒക്കെപ്പാടെ നമുക്ക് കായം കൂട്ടി വെക്കാം. നമുക്കിനി ഉള്ളി അരിയാം. നാലായിട്ട് കീറിയിടുക. നമുക്കിനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ ഇറച്ചി വറുക്കാം, കത്തിക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കാം. നമുക്കിനി എണ്ണ ചൂടായി, ഇറച്ചി അതിൽ പിറക്കിയിടാം. ചൂടാകട്ടെ, വറുക്കട്ടെ, വേഗട്ടെ. ഇനി നമുക്ക് ഈ ഇറച്ചി ഒന്ന് തിരിച്ചിടാം. ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് വെട്ടണം ഇറച്ചി. വലിയ കഷ്ണമായിട്ട് വെട്ടരുത്. വെട്ടിയ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചെറിയ കഷ്ണമായിട്ടാണ് വെട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഒന്നുകൂടി വേകട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ഇറച്ചി വെന്തു എടുക്കാം.
നമുക്കിനി ഈ ചീനച്ചട്ടിയിൽ തന്നെ ഈ കറി ഉണ്ടാക്കാം. ഈ കുറച്ച് എണ്ണ മാറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ. അരിഞ്ഞു വെച്ച ഉള്ളി ഇനി ഇതിൽ നമുക്ക് ഇടാം. പച്ചമുളകും ഇതിൻ്റെ കൂടെ ഉണ്ട്. പച്ചമുളകും ഉള്ളിയുമാണ് നമ്മളിപ്പോൾ ഇട്ടത്. ഇതാ പച്ചമുളക് കണ്ടില്ലേ? അപ്പോൾ ഉള്ളിയുടെ കൂടെ പച്ചമുളക് വേകുമ്പോൾ പച്ചമുളകിൻ്റെ പച്ച ചൂരങ്ങ് പോയി കിട്ടും. അതിനാണ് പച്ചമുളക് ഉള്ളിയുടെ കൂടെ ഇടുന്നത്. നമുക്കിതിൽ ഇച്ചിരി ഇതിടാം, ഉപ്പ്. നമുക്ക് ഒരു 1/4 സ്പൂണ് ഉലുവയും ഇടാം. ഇതാ, ഇനി ഉള്ളി നന്നായിട്ട് വാടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഇച്ചിരി വലിയ ജീരകം ചതച്ചതും ഇതിലുണ്ട്. അത് ഇതിലിടാം. അതിൻ്റെ കൂടെ ഈ കരിവേപ്പിലയും ഇടാം. ഇനി ഇതിൽ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇതാ, ഇനി എരിവ് തോന വേണമെന്നുള്ളവർക്ക് തോന ഇടാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് ചിക്കൻ പൊടി. ഇനി നമുക്ക് ഈ മസാല വെന്ത് ഇനി ഇതിൽ വേവിച്ചിട്ട് അടിച്ചു വെച്ച തക്കാളി ജ്യൂസ് ഇതിലിനി ഒഴിക്കാം. ഇതിനി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ തക്കാളി ഇനി വറ്റി. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ 2ാം പാലെടുത്ത് വെച്ചത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇത് ഇനി ദാ വറ്റി. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ഇറച്ചി അങ്ങ് ഇതിലങ്ങ് ഇടാം. ഇതാ, ഇതിങ്ങനെ ഇതിൽ കൊട്ടി കൊടുക്കാം. അപ്പം ഇത് ഇരുന്നിട്ട് ഇറച്ചിയിലും കൂടി ഇച്ചിരി ചാറ് പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് കത്തിക്കാം. ഇത് ഇറച്ചി വെന്ത് കറിയായി. ഇനി നമുക്കിതിൻ്റെ 1ാം പാലെടുത്ത് വെച്ചിരുന്ന് അത് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇറക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളക്കട്ട്. ഇത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും കഴിക്കാം, പത്തിരി ഉണ്ടാക്കിയിട്ടും കഴിക്കാം, ദോശയ്ക്കും കഴിക്കാം. കണ്ട നല്ല കട്ടിയിൽ നല്ല രസം ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചിക്കൻ കറി റെഡിയായി.